അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ ലിസാനുൽ ഖുർആന് എല്ലാ പാഠവും ഒരു ഫൈനൽ ടച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തില് നായിബ് അനിൽ ഫായിലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അഥവാ മജ്ഹൂലായ ഫീല്. ഉദാഹരണം ഖുലിഖത്ത്, റുഫിഅത്ത്, നസിബത്ത്, സുത്തിഹത്ത്. പിന്നെ ഫീലുകൾ രണ്ടിനമാണ്. ഫീല് നൗആനി, മഅറൂഫ്, മജ്ഹൂല്. ഫീലുകൾ രണ്ടിനമാണ്. ഒന്ന് മഅറൂഫ്, രണ്ട് മജ്ഹൂല്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലു ഇസ്മ മഅറൂഫ് വഇല്ല ഇസ്മ മജ്ഹൂൽ. അഥവാ ഫീലിനോട് കൂടെ ഫായിലിന് പറയപ്പെട്ടാൽ അതിന് മജ്ഹൂലി മഅറൂഫ് എന്നും, ഫീലിനോട് കൂടെ ഫായിലിന് പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂലി എന്നും പറയുന്നു. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള സെന്റൻസ് പഠിക്കണം. ഇദാ കാനൽ ഫീലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി വയുഖാലു ലഹു നായിബ് ഫായില്. മജ്ഹൂലായ ഫീലിന് വേറൊരു പേരും കൂടി ഉണ്ട്, നായിബ് ഫായില് എന്ന് പറയും. വഹുവ മർഫൂൻ കൽ ഫായില്. ഫായിലിനെ പോലെ നായിബ് ഫായിലിന് റഫ്ഉ ചെയ്യപ്പെടും. വഇല്ലം യകുൻ ലിൽ ഫീലി മഫ്ഊലുൻ ബിഹി ലാ യുദ്കറു ഫീലു ഇല്ലാ മഅൽ ഫായിലി. ആ സെന്റൻസ് കുട്ടികൾ കാണാതെ പഠിക്കണം. പിന്നെ ഒരു ബൈത്ത് നമ്മൾ കാണാതെ പഠിക്കണം. എല്ലാ പാഠത്തിലും ബൈത്തുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ബൈത്ത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ ഉണ്ടായിരിക്കുന്നതാണ്. മഫ്ഊലുൻ ബിഹി അൻ ഫായിലി ഫിമാ ലഹു കനീല ഖൈറു നായിലി. പിന്നെ തദ്രീബാത്തിലെ ചോദ്യം, അത് ഇമ്പോർട്ടന്റ് ആണ്. കൈഫ യജ്അൽ ഫീലു മഅറൂഫ് മജ്ഹൂലൻ ഫിൽ മാദി ളുമ്മ ഫാഫീല് വക്സിർ മാ ഖബൽ ആഖിരി ഫിൽ മാദി. ഉദാഹരണം ഫുയില, കുത്തിബ, ശുരിബ, നുസിറ, സുമിയ, ദുരിബ. രണ്ടാമത്തെ ചോദ്യം, കൈഫ യജ്അൽ ഫീലു മഅറൂഫൻ മജ്ഹൂലൻ ഫിൽ മുളാരി. ഉത്തരം ഫിൽ മുളാരി ഉളുമും ഹർഫുൽ മുളാറാത്തി വഫ്ത മാ ഖബൽ ആഖിരി. ഉദാഹരണം യുഫ്തഹു, യുജ്അലു, യുദ്കറു, യുക്റമു, യുഹ്റമു. പിന്നെ മജ്ഹൂലായ ഫീലിന് ഓരോ ഉദാഹരണം അത് പഠിച്ചു വെക്കാം. പിന്നെ മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കി മാറ്റാൻ അത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഖറഅ ബി ഖുർആൻ, ഖുരിഅൽ ഖുർആനു. അക്കലത ബഖറത്തുൻ സറഅഖി, ഉക്കില സറഅഖി. ഫറല്ലാഹു സൗമ, ഫുരില സൗമു. യഹുജ്ജു നാസു ബൈത്തല്ലാഹി, യുഹജ്ജു ബൈത്തുല്ലാഹി. യുർസൽ അർസു, സുരിക്കത്ത് സയ്യാറത്തു, ഇത് ശംസു കുബിറത്ത്. ഇനി അടുത്ത പേജില് മഅറൂഫായ ഫീല് അത് നായിബ് ഫായിൽ കൊടുത്ത് മാറ്റി എഴുതുക. ഖതൽ അസ്ദു അൽ അർനബ, ഖുതിലത്തിൽ അർനബു. അതുപോലെ തന്നെ അടുത്ത തദ്രീബാത്തിലെ ഒരു ചോദ്യമാണ്, നായിബ് ഫായില് പരീക്ഷയ്ക്ക് ചോദിക്കും, അത് ഫീലും ഫായിലും മഫ്ഊലും ബിയാക്കി മാറ്റി എഴുതാം. ഖുതിലത്തുൽ ഹയ്യത്തു, ഖതല റജുലു അൽ ഹയ്യത്ത. ഈ ഓരോ ഉദാഹരണങ്ങളും വായിച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മഫ്ഊൽ ഫീഹി എന്നതിനെ കുറിച്ചാണ്. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂൽ ഫീലി ഔ മക്കാനി യുസമ്മ ലർഫൻ. അഥവാ മഫ്ഊൽ ഫീഹിന്റെ മറ്റൊരു പേരാണ് ലർഫ് എന്ന് പറയും. അഥവാ ഒരു ഫീൽ, ഒരു പ്രവൃത്തി നടന്ന സമയത്തെയോ അതിന്റെ സ്ഥാനത്തെയോ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന ഇസ്മിനെയാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയാം. അതിന് ലർഫ് എന്ന പേരും ഉണ്ട്. ലർഫ് രണ്ടിനുമാണ്. ലർഫ് സമാൻ, ലർഫ് മക്കാൻ. പ്രവൃത്തി നടന്ന സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലർഫ് സമാൻ എന്നും, പ്രവൃത്തി നടന്ന കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലർഫ് മക്കാനി എന്നും പറയും. അതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുലർഫ് സമാന് ഉദാഹരണം, ലർഫ് സമാൻ ഉദാഹരണം ബുക്കറത്ത, ലൈലത്ത, യോമ. ലർഫ് മക്കാൻ ഉദാഹരണം ഇന്ദ, ഖൽഫ. പിന്നെ ലർഫ് സമാനും മക്കാനും അല്ലെങ്കിൽ മഫ്ഊലും ഫീഹി അതിന്റെ ഇറാബ് മൻസൂബത്തുൻ ആയിരിക്കും.
പിന്നെ ഇതില് പഠിക്കാനുള്ളത് ഒരു ബൈത്ത് ളർഫു വഖ്തുൻ ഔ മകാനുൻ ളമ്മിന ഫീ ബിത്തിറാദിൻ കാഹുനം കുസ് അസ്മുനാ. പിന്നെ അടുത്ത പേജ് മറിക്കുക. അടുത്ത പേജില് ലർഫു സമാന് ലർഫു മക്കാന് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലർഫു സമാൻ ഉദാഹരണങ്ങള് സബാഹൻ, ളുഹ്റൻ, മസാഅൻ, ലൈലൻ, യൗമൻ, ഷഹ്റൻ. ലർഫു മക്കാൻ ഉദാഹരണം തഹ്ത, ഫൗക, ഇന്ദ, വറാഅ, ശർഖൻ, അർബൻ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഉദാഹരണങ്ങളിൽ നിന്ന് ലർഫ് മഫ്ഊല് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. അത് കുട്ടികൾ പഠിക്കുക. പിന്നെ അറബി ആക്കാനുള്ള ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു സാഫർത്ത് ഫിൽ കിതാരി യൗമൻ. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കുട്ടികൾ പഠിക്കണം. അവസാനം 2 വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ശ്രദ്ധിക്കാതെ പോവരുത്. അദ്ദ പ്രാതൽ കഴിച്ചു, ലക്ക് ലക്ക് കൊക്ക് അല്ലെങ്കിൽ കൊറ്റി. 3-ാമത്തെ പാഠത്തിലേക്ക് പോകാം. 3-ാമത്തെ പാഠത്തില് നമ്മൾ പഠിക്കുന്നത് മഫ്ഊലു ലഹു, അതിനെ കുറിച്ചാണ്. മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ മസാതിറുൻ തുബയ്യിനു സബബ ഉഖൂൽ ഫീലി അല്ലദി ഖബല ഇഖല മഫ്ഊലുൻ ലഹു. മഫ്ഊൽ ലഹു മസ്ദറു യുബയ്യിനു സബബ ഉഖൂൽ ഫീലി അല്ലദി ഖബലഹു വഹുവ മൻസൂബൻ. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടന്ന കാരണം വിശദമാക്കുന്ന മഫ്ഊലിനെയാണ് മഫ്ഊൽ ലഹു എന്ന് പറയുന്നത്. അത് മൻസൂബായിരിക്കും. ഉദാഹരണം ഇജ്ലാലൻ, റഅബത്തൻ, ഖൗഫൻ, തഹിയ്യത്തൻ, ശുക്ർ. ഒരു ഉദാഹരണം പറയാം. ലറബൽ വാലിദ് വലദഹു തഅദീബൻ. പിതാവ് കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. ഇവിടെ അടിച്ചതിന്റെ കാരണം പറയുന്നുണ്ട്, അതാണ് തഅദീബ്. ഒരു പ്രവൃത്തി നടന്ന കാരണം വ്യക്തമാക്കുന്ന മഫ്ഊലിനെയാണ് മഫ്ഊൽ ലഹു എന്ന് പറയാം. ഇനി അതിനൊരു ബൈത്ത് പഠിക്കാണ്ട് യുൻസബു മഫ്ഊലുൻ ലഹുൽ മസ്ദറുൻ അബാന തഅലീലൻ കജദ് ശുക്റൻ വദിൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഉദാഹരണങ്ങൾ അതിന്റെ അർത്ഥങ്ങളും പഠിക്കണം. നെക്സ്റ്റ് പേജിൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. അതുപോലെ തൊട്ടടുത്ത് നോരിബ് അറബിയാക്കാനുള്ള കുറച്ച് സെന്റൻസ് ഉണ്ട്, അത് പഠിക്കണം. പിന്നെ അറബി കൊടുത്തതിന്റെ അർത്ഥം എഴുതാനുള്ള കുറച്ച് 3 സെന്റൻസ് ഉണ്ട്, അതും പഠിക്കേണ്ടതുണ്ട്. 4-ാമത്തെ പാഠത്തില് പറയുന്നത് മഫ്ഊല് മുത്തലക്കിനെ കുറിച്ച്. മഫ്ഊല് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മസ്ദർ ദുക്കിറ ബഅദ ഫീലി ബയാനി നൗൽ ഫീലി ഔ തഅക്കീദിൽ ഫീലി ഔ ലി ബയാനി അദദി. മസ്ദർ എന്ന് പറഞ്ഞാൽ മഫ്ഊല് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫീല്, ഒരു പ്രവൃത്തി നടന്ന കാരണം ഇനം വ്യക്തമാക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയെ ഊന്നൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ എണ്ണം വിശദീകരിക്കുക. ഇങ്ങനെയുള്ള മഫ്ഊലിനാണ് മഫ്ഊല് മുത്തലക്ക് എന്ന് പറയാം. ഇനി ഒരു പ്രവൃത്തി നടന്ന ഇനം വ്യക്തമാക്കുന്നതിന് ഉദാഹരണം ലാ തഖൂദു ഖൂദുൽ കൽബി. ഇനി നായയുടെ ഇരുത്തം ഇരിക്കേണ്ട രൂപം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രവൃത്തിയെ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു ഉദാഹരണം ലറബ്തു ലറബൻ, ഞാൻ അവനെ ഒരു അടിയാണ്ട് അടിച്ചു. അപ്പൊ മിസ്ലു സാലിസ് 3-ാമത്തെ എന്ന് പറഞ്ഞാല് എണ്ണം വിശദീകരിക്കുന്ന മഫ്ഊല്. ഉദാഹരണം സജദ്തു സജദ്തൈനി, ഞാൻ 2 സുജൂദ് ചെയ്തു. പിന്നെ മഫ്ഊൽ മുത്തലക്കിന്റെ ഇറാബ് മൻസൂബായിരിക്കും. പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണങ്ങളും അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. ഈ നെക്സ്റ്റ് പേജില് മഫ്ഊൽ തന്നിരിക്കുന്ന സെന്റൻസിന് മഫ്ഊൽ മുത്തലക്ക് വെച്ച് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് മഫ്ഊലുകള് വേർതിരിച്ച്. പിന്നെ അവസാനം കുറച്ച് പദങ്ങളുടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. മുബാറാത്ത് മത്സരം, മാറക്ക് യുദ്ധക്കളം, സാലബ് കൂരൻ, അറബത്ത് ശക്തിയായി ഒഴുകുന്ന പുയ, ഉസ്കുമുലത്ത് മുക്കാലിസ്റ്റോൾ. 5-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അത്ഫ് മഅ്തൂഫിനെ കുറിച്ചിട്ടാണ്. അത്ഫ് എന്ന് പറഞ്ഞാല് 10 അക്ഷരത്തെയാണ് അത്ഫിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. ഉറൂഫുൽ അത്ഫി അശറത്തുൻ ഔ ബൽ ഹത്ത ഫാ വാവ് ലാക്കിൻ സുമ്മ അം ഇല്ല ല. ഈ അർഫുകൾക്ക് ആതിഫ് എന്നാണ് പറയാം. ഈ ആതിഫിന് മുമ്പുള്ളതിന് മൗത്തൂഫുൻ അലൈഹി എന്ന് പറയും.
അതിനുശേഷമുള്ളത് മൗത്തൂഫ്. അദ്ഫിന്റെ 10 അക്ഷരങ്ങൾക്ക് മുമ്പുള്ളതിന് മൗത്തൂഫുൻ അലൈഹി എന്നും ശേഷമുള്ളതിന് മൗത്തൂഫ് എന്നും പറയും. വൽ മൗത്തൂഫു യത്ബഉ മൗത്തൂഫുൻ അലൈഹി ഫിൽ ഇറാബി. ഇറാബിന്റെ വിഷയത്തിൽ മൗത്തൂഫുൻ അലൈഹിയും പിന്തുടരും. അഥവാ മൗത്തൂഫിനുള്ള ഇറാബ് തന്നെയായിരിക്കും മൗത്തൂഫുൻ അലൈഹിക്കും കൊടുക്കേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ബൈത്ത് ഹുറൂഫ് അത്ഫിൻ ഔ വബൽ അത്ത വഫ വഉം വലാകിൻ സുമ്മ അം ഇല്ലാ വലാ. പിന്നെ കുറച്ച് സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസും അതിന്റെ അർത്ഥങ്ങളും പഠിക്കാം. നെക്സ്റ്റ് പേജിൽ 2 ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. കം ഹുറൂഫൻ ലിൽ അത്ഫി വമാ ഹിയ. അത്ഫിന്റെ അക്ഷരങ്ങൾ എത്ര, ഏതെല്ലാം? അത്ഫിന്റെ അക്ഷരങ്ങൾ അശറത്തുൻ 10 ഔ ബൽ ഹത്ത ഫാ വാവ് ലാകിൻ സുമ്മ അം ഇല്ല ല. പിന്നെ ഫി അയ്യി ഷൈഇൻ യത്ബഉ മൗത്തൂഫുൻ അലൈഹി മൗത്തൂഫുൻ അലൈഹി. അതിന്റെ ഉത്തരം ഫിൽ ഇറാബി. ഇറാബിന്റെ വിഷയത്തിലാണ് മൗത്തൂഫുൻ അലൈഹിനെ പിന്തുടരുക. പിന്നെ കുറച്ച് ബ്രാക്കറ്റിന് ശരിയായ ആൻസർ എടുത്ത് പൂരിപ്പിക്കാനുണ്ട്. പിന്നെ ഇവിടെ നളബിത്ത് ബിൽ അഷ്കാലി ഹർക്കത്തിടാനുള്ള ഒരു 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് ഹർക്കത്തിടുക. പിന്നെ അവസാനം ഒരു വാക്കർത്ഥം കൊടുത്തിട്ടുണ്ട്. മുഷാത്തെ കാൽ നടക്കാർ. അദർ സാദിസു ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയം മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹി അതിൽ നമ്മൾ പഠിക്കുന്നത് മുലാഫി എന്ന് പറഞ്ഞാൽ ഉലീഫത്തുൽ ഊല മിന്നമാ ഇലാ സാനിയ തുസമ്മ കലിമത്തുൽ ഊല മുലാഫിൻ. ഒന്നാമത്തതിന് രണ്ടാമത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മുലാഫ് എന്ന് പറയും. രണ്ടാമത്തത് മുലാഫിൻ ഇലൈഹി മജ്റൂൻ. രണ്ടാമത്തത് മുലാഫിൻ ഇലൈഹി എന്ന് പറഞ്ഞാല് ഒരു ഇസ്മിന് രണ്ടാമത്തിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിൽ ഒന്നാമത്തേതിനെ മുലാഫി എന്നും രണ്ടാമത്തേതിനെ മുലാഫിൻ ഇലൈഹി എന്നും പറയും. മുലാഫിൻ ഇലൈഹി മജ്റൂർ ആയിരിക്കും. യുദഫ് തൻവീന്. പിന്നെ ഇദാഫത്ത് ചെയ്യുമ്പോൾ അതിന്റെ തൻവീനെ കളയപ്പെടും, നൂന് തസ്നിയെ കളയപ്പെടും, ജംഇന്റെ നൂനെയും കളയപ്പെടും. ഇത്രയുമാണ് ആ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ബൈത്ത് വയുദഫു തൻവീനു വന്നൂനാനി മിമ്മാ യുദാഫു വയജറു സാനി. നെക്സ്റ്റ് പേജ് കുറച്ച് ഉദാഹരണങ്ങൾ അത് കാണാതെ വായിച്ച് പഠിക്കണം. കലാമുല്ലാഹി, ആഹിറുൽ കുത്തുബി, സിയറുൽ അംബിയായി, ദസ്സുറുൽ ഹുക്കുമ, ബാബുൽ മദ്രസത്തി, സ്വാഹിബുൽ ബൈത്തി, കലമുത്വാലിം. പിന്നെയും കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതും പഠിക്കുക കുട്ടികള്. പിന്നെ അടുത്ത പേജില് വാക്കുകൾ ക്രമം തെറ്റി ജുംലകൾ ഉണ്ടാക്കുക. പിന്നെ നളബിത്ത് ബിൽ അഷ്കാലി ഹർക്കത്തിട, നുഅരിബു അറബിയാക്കാനുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. അവസാനം ഒരു വാക്കർത്ഥം കൊടുത്തിന് ദസ്തൂർ നിയമാവലി. പിന്നെ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാദല്ല അല അക്സരി മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനായി മുഫ്രദ്. മുഫ്രദ് ഏകവചനത്തിൽ നിന്നും 2 കൂടുതൽ പദങ്ങൾ വരുമ്പം ഏകവചനത്തില് മാറ്റം വരുന്നത്. ഏകവചനത്തിൽ മാറ്റം വരുത്താതെ കൊടുക്കുന്നത്. ഉദാഹരണം അതിന് മുസ്ലിമുൻ മുസ്ലിമൂന. പിന്നെ അതിന്റെ ഇറാബ് യുർഫഉ ബിൽ വാവി വയൻസബു വയജറു ബില്ലാഹി മക്സൂരി മാ ഖബല. പിന്നെ ജമു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിഅ ബി അലിഫിൻ വ തായിൻ മസീദതൈനി അലാ മുഫ്രദ്. ഏകവചനത്തിനോട് കൂടെ അലിഫും താവും കൂട്ടി ചേർത്തുകൊണ്ട് പറയുന്നതാണ് ജമു മുഅന്നസ് സാലിം. ഉദാഹരണം മുസ്ലിമത്ത് മുസ്ലിമാത്ത്. പിന്നീട് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു ബൈത്ത് വർഫ ബിവാവിൻ സാലിമൻ മിൻ ജംഇൻ മുദക്കറിൻ വൽ യാലി ഗൈരി റഫി വൽ ലിനാസി അലിഫും വതാഉൻ ഫനസ്ബുക ജദീ സവാഉൻ.
ഇനി അടുത്ത പേജ് മറിക്കുക. അടുത്ത പേജിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്, ഉദാഹരണങ്ങൾ പഠിക്കണം. പിന്നെ ജാ ത്വാലിബു, ജാ ത്വാലിബാനി, ജാ ത്വാലിബൂന, റായിത്തു ത്വാലിബ, റായിത്തു ത്വാലിബൈനി, നദർതു ഇല ത്വാലിബീന, ഇത് പഠിക്കണം. 3 കള്ളി കൊടുത്തിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ചോദിക്കും. സല്ലം ത്വാല ത്വാലിബി, സല്ലം ത്വാല ത്വാലിബൈനി, സല്ലം ത്വാല ത്വാലിബീന, ജാതി ത്വാലിബത്തു, ജാതി ത്വാലിബത്താനി, ജാതി ത്വാലിബാത്തു, റായിത്തു ത്വാലിബത്ത, റായിത്തു ത്വാലിബത്തൈനി, നദർതു ഇല ത്വാലിബാത്തി, സല്ലം ത്വാല ത്വാലിബത്തി, സല്ലം ത്വാല ത്വാലിബത്തൈനി, സല്ലം ത്വാല ത്വാലിബാത്തി. അടുത്ത പേജില് ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമിന് കുറച്ച് ഉദാഹരണങ്ങൾ. മുദരിസ്, മുദരിസൂന, മുദരിസത്തും, മുദരിസാത്തും, അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കുട്ടികൾ വായിച്ചു പഠിക്കുക. പിന്നെ അവസാനം മുദരിബ്, വാക്കർത്ഥം കൊടുത്തിട്ടുണ്ട്, കോച്ച്. ഇനി 8ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ 8ാമത്തെ പാഠത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മുത്തസിലായ ലമീറുകളും മുൻഫസിലായ ലമീറുകളും. മുത്തസിലായ ലമീറുകൾ എന്ന് പറഞ്ഞാല് ഇസ്മിനോടോ ഫീലിനോടോ ഹർഫിനോടോ ചേർന്ന് വരുന്നതിനെയാണ് മുത്തസിലായ ലമീർ എന്ന് പറയാം. ഇസ്മിനോടോ ഫീലിനോടോ ഹർഫിനോടോ ചേർന്ന് വരാത്ത ലമീറിനെ മുൻഫസിലായ ലമീർ എന്ന് പറയുന്നു. മുൻഫസിലായ ലമീറിന് ഉദാഹരണം ഹുവ ഹുമാഹും, ഹിയ ഹുമാഉന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇനി മുത്തസിലായ ലമീർ ഇസ്മിനോട് കൂടെ ചേർന്ന് വരുന്ന ഉദാഹരണം കലമുഹു, കലമുഹുമ, കലമുഹും, കലമുഹ, കലമുഹുമ, കലമുഹുന്ന, കലമുക്ക, കലമുക്കുമ, കലമുക്കും, കലമുക്കി, കലമുക്കുമ, കലമുക്കുന്ന, കലമി, കലമുന. ഇനി മുത്തസിലായ ലമീർ ഹർഫിനോട് കൂടെ ചേർന്ന് വരുന്ന ഉദാഹരണം ലഹു, ലഹുമ, ലഹും, ലഹ, ലഹുമ, ലഹുന്ന, ലക്ക, ലക്കുമ, ലക്കും, ലക്കി, ലക്കുമ, ലക്കുന്ന, ലി, ലന. മുത്തസിലായ ലമീർ ഫിഅലിനോട് കൂടെ ചേർന്ന് വരും ഉദാഹരണം ലറബഹു, ലറബഹുമ, ലറബഹും, ലറബഹ, ലറബഹുമ, ലറബഹുന്ന, ലറബക്ക, ലറബക്കുമ, ലറബക്കും, ലറബക്കി, ലറബക്ക, ലറബക്കുമ, ലറബക്കുന്ന, ലറബനി, ലറബന. ഇനി അടുത്ത പേജിൽ തദ്രീബാത്തിൽ കുറച്ച് പദങ്ങളുണ്ട്, അത് വായിച്ച് പഠിക്കണം. അവസാനം വാജിബ് അറബിയാക്കാനുണ്ട്, അത് വായിച്ച് പഠിക്കാം. 8ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ അതിൽ പറയുന്ന ഇന്ന അഖവാത്താണ് 8ാമത്തെ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ഇന്ന അഖവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന അഖവാത്ത് ഇന്ന, അന്ന, കാന്ന, ലാക്കിന്ന, ലൈത്ത, ലല്ല, ഇവയാണ് ഇന്ന അഖവാത്ത് എന്ന് പറയാം. ഇന്ന അഖവാത്ത് എന്ത് ചെയ്യും? മുലാരിയ ഫിലിക്ക് മുബത്തദിന് മുബത്തദ് ഖബർ, മുബത്തദിന് നിസ്ബ് ചെയ്യും, അതുപോലെ ഖബറിന് റഫുൻ ചെയ്യും. അതാണ് ഇന്ന അഖവാത്തിന്റെ അമല് അഥവാ ജോലി. അതിന്റെ ബൈത്ത് അടുത്ത പേജില് മുബത്ത് ഖബറും കൊടുത്തിട്ടുണ്ട്, അതിനെ ഇന്ന അഖവാത്ത് വെച്ച് പൂരിപ്പിക്കും, മാറ്റി എഴുതുക. അല്ലാഹു ഗഫൂറൻ ഇന്ന വെച്ച് എഴുതുമ്പോ ഇന്നല്ലാഹു ഗഫൂറൻ, അൽ ഇൽമുനൂറൻ ഇന്നൽ ഇൽമുനൂറൻ, അങ്ങനെ പോകും. പിന്നെ കുറച്ച് ഉദാഹരണങ്ങള് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്ത് അത് പഠിക്കണം. പിന്നെ വീണ്ടും അടുത്ത പേജിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കാം. പിന്നെ 10ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് കാന അഖവാത്തിനെ കുറിച്ച്. ഇന്ന അഖവാത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാന അഖവാത്ത്. കാന അഖവാത്തിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ ഇസ്മിനിക്ക് റഫ് ചെയ്യുക, ഖബറിന് നസ്ബൻ ചെയ്യാം. ഇനി കാന അഖവാത്ത് ഏതെല്ലാം ചോദിച്ചാൽ കാന, സോറ, ബാത്ത, അസ്ബ, അൽഹ, അംസ, ലല്ല, മാസാല, മാഫത്തിയ, മാബരിയ, മൻഫക്ക, മാദാമ, മാലീസ, ഇത്രയുമാണ്. മാതാമ ലൈസ, ഇത്രയുമാണ് എന്തുള്ളത് കാന അഖവാത്ത് വരുന്നത്. അതിന്റെ ബൈത്ത് ലിക്കാന ബാത്ത സോറ അംസ ലൈസവൽ മാദാമക്സു മാലി ഇന്ന മിൻ അമൽ അസ്ബാല ബാരിയം ഫക്കഫതി സാല ബിനഹ്വി നഫീദിൽ അർബഅതി. പിന്നെ അടുത്ത പേജിൽ കുറച്ച് പദങ്ങളുണ്ട്, സെന്റൻസുകൾ, അത് പഠിക്കണം. പിന്നെ അർക്കത്തുട, അത് പഠിക്കണം. പിന്നെ നുവരിബു അറബിയാക്ക, അതും പഠിക്കേണ്ടതാണ്.
പിന്നെ അടുത്ത പേജിൽ ഇന്നഹവാത്തിന്റെ കുറച്ച് ഉദാഹരണങ്ങള്, ആ സെന്റൻസുകള് ഒന്നാമത്തെ സെന്റൻസ് ഇന്ന വെച്ച് മാറ്റി എഴുതുക, പിന്നെ രണ്ടാമത്തെ അന്ന വെച്ച് മാറ്റി എഴുതുക, മൂന്നാമത്തെ കന്ന വെച്ച് മാറ്റി എഴുതുക, നാലാമത്തെ ലാല വെച്ച് മാറ്റി എഴുതുക. ഇവിടെ അവസാനം കൊടുത്തിന് കള്ളി, അത് പഠിക്കണം. അത്തിഫുൽ മുബത്തസിമൻ, ഇന്ന തിഫുൽ മുബത്തസിമൻ, കാന തിഫുൽ മുബത്തസിമൻ, അൽ അംറു ശദീദൻ, ഫഹിംതു അന്നൽ അംറ ശദീദൻ, സാറൽ അംറു ശദീദൻ. ഈ സെന്റൻസുകൾ കുട്ടികൾ കാണാതെ പഠിക്കണം. അവസാന ഒരു വാക്കർത്ഥം കൊടുത്തിട്ടുണ്ട്, മുസ്ഫറൻ, മഞ്ഞ നിറമാക്കപ്പെട്ടത്. 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുലാരിയ ഫിലിക്ക് ജസ്മ ചെയ്യുന്ന ആമിലുകൾ, നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. മുലാരിയ ഫിലിക്ക് ജസ്മ ചെയ്യുന്ന ആമിലുകളാണ് ഏതൊക്കെ വരുന്നത്? മുലാരിയ ഫിലിക്ക് ജസ്മ ചെയ്യുന്ന ആമിലുകളാണ് ഇൻ, ലം, ലമ്മ, ലാമുൽ അംർ, ലാൽ, നഹി. മുലാരിയ ഫിലിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകളാണ് അൽ, ലൻ, കൈ, ഇദൻ. ഇതിന് ഉദാഹരണം ഇഫ്അലു, ഇഫ്അലാൻ, യഫ്അലൂന, തഫ്അല, തഫ്അലാൻ, യഫ്അൽന, തഫ്അല, തഫ്അലാൻ, തഫ്അലൂന, തഫ്അലിന, തഫ്അലാൻ, തഫ്അൽന, അഫ്അൽന, അഫ്അലു. മുലാരിയ ഫിലിക്ക് ലമ്മ കൊടുത്തതിന് ഉദാഹരണം ലം യഫ്അൽ, ലം യഫ്അല, ലം യഫ്അലു, ലം തഫ്അൽ, ലം തഫ്അല, ലം യഫ്അൽന, ലം തഫ്അൽ, ലം തഫ്അല, ലം തഫ്അലു, ലം തഫ്അലി, ലം തഫ്അല, ലം തഫ്അൽന, ലം അഫ്അൽ, ലം നഫ്അൽ. മുലാരിയ ഫിലിക്ക് നസ്ബ് ചെയ്യുന്ന ഉദാഹരണം ലം യഫ്അൽ, ലൻ യഫ്അല, ലൻ യഫ്അല, ലൻ യഫ്അലു, ലൻ തഫ്അൽ, ലൻ തഫ്അല, ലൻ തഫ്അല, ലൻ യഫ്അൽന, ലൻ തഫ്അല, ലൻ തഫ്അല, ലൻ തഫ്അലു, ലൻ തഫ്അലി, ലൻ തഫ്അല, ലൻ തഫ്അൽന, ലൻ അഫ്അല, ലൻ നഫ്അല. അവസാനം കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, പഠിക്കാം. അവസാനം വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. റത്തുക്ക് ഒട്ടിപ്പിടിച്ചത്, ഫത്തക്ക വേർപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠങ്ങൾ വേണ്ടത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. എല്ലാവർക്കും ടോപ്പേഴ്സോട് കൂടിയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.